بسم الله الرحمن الرحيم. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള വിജയങ്ങൾ ചെറുതും വലുതുമായി സംഭവിക്കാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് അത് പരലോകത്തെ വിജയമാണ്. ജീവിതത്തിൽ ഒരുപാട് സന്തോഷവേളകളും ആനന്ദ മുഹൂർത്തങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. വിവാഹവേളയിൽ ഒരുപാട് കാലം ആഗ്രഹിച്ചൊരു പുതിയ വീട് പണിയുമ്പോൾ, അതിലേക്ക് കയറി താമസിക്കുമ്പോൾ, ഒരുപാട് കാലം പ്ലാൻ ചെയ്തൊരു പുതിയ ബിസിനസ്സിന് തുടക്കം കുറിക്കുമ്പോൾ, അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ മനസ്സിന് സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് സ്വർഗമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ അവൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്നത് അത് പരലോകത്തെ നേട്ടവും വിജയവുമാണ്. അത് ലഭിക്കുമ്പോൾ ഒരു വിശ്വാസിയിൽ ഉണ്ടാകുന്ന ഭാവപ്രകടനങ്ങൾ ഖുർആൻ നമുക്ക് ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ പോരാടിയവർ ഷഹീദായി. അള്ളാഹുവിലേക്ക് അവരുടെ ആത്മാക്കൾ മടങ്ങിച്ചെന്നു. ആ ആത്മാക്കൾ നാളെ പരലോകത്ത് അള്ളാഹുവിങ്കലിരുന്ന് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുകയും അവർ ആനന്ദിക്കുകയും ചെയ്യുന്ന രംഗം
വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആല ഇംറാനിലെ 170-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അവിടെ അവരെ പറ്റി അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫദ്ലിൽ നിന്ന്, ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകിയതിൽ അവർ ഫരിഹീങ്ങളാണ്, ആനന്ദിക്കുന്നവരാണ്. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം, ഇനിയും അവരിലേക്ക് എത്താൻ അവർ പ്രതീക്ഷിക്കുന്ന പല ആളുകളും ഈ ദുനിയാവിലുണ്ട്. അവർ ഇവിടെ ദുനിയാവിൽ ജീവിക്കുകയാണ്. അവരെ പറ്റി ഇവർ സന്തോഷമടയുകയാണ്. എന്താ കാരണം? അള്ളാന്റെ മാർഗത്തിൽ പോരാടി വിജയം വരിച്ചാൽ, ഷഹീദായാൽ എത്രയോ വലിയ സൗഭാഗ്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, കൊതിച്ചുകൊണ്ട് അവർ വരാനിരിക്കുന്നവരെ പറ്റി പോലും സന്തോഷിക്കുകയാണ്. അവരുടെ കാര്യത്തിൽ മാത്രമല്ല, ഇനി അള്ളാഹുവിങ്കലേക്ക് വരാനിരിക്കുന്ന ആളുകളെ ഓർത്തവർ സന്തോഷിക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ്, ഇനി അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല, ഇനി അവർക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വരികയില്ല, ഭയപ്പെടേണ്ടി വരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതാണ് ഏറ്റവും വലിയ വിജയം, സന്തോഷം എന്ന് പറയുന്നത്. സ്വർഗവാസികളായ ചില ആളുകൾ, അവരുടെ ആത്മാക്കൾ നാളെ റബ്ബിന്റെ ആ സ്വർഗത്തിൽ, നമുക്കറിയാമല്ലോ, പിന്നെ അവരുടെ ആത്മാക്കൾ ഇങ്ങനെ പാറിക്കളിക്കുന്നതാണ്. പച്ചക്കിളികളുടെ ശരീരത്തിലേക്ക് ആത്മാക്കൾ പ്രവേശിച്ചിട്ട് പച്ച തത്തകളുടെ രൂപത്തിൽ അവ ഇങ്ങനെ സ്വർഗത്തിൽ പാറിക്കളിക്കും എന്നുള്ളതാണ്. അവിടെ വെച്ച് ആ സ്വർഗവാസികൾ അയവിറക്കുന്ന അവരുടെ സന്തോഷരംഗം ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് സന്തോഷം ഉണ്ടാകാനുള്ള ഒരു കാരണമുണ്ട്. അള്ളാഹു അവർക്ക് നൽകിയ സ്വത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ഒരു മടിയുമില്ലാതെ റബ്ബിന്റെ മാർഗത്തിൽ അവർ കൊടുത്തവരായിരുന്നു, അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട്. അങ്ങനെയുള്ള ആളുകളെ പറ്റി സൂറത്തുൽ ഇൻസാനിലെ 11-12 ആയത്തിൽ അള്ളാഹു പറയുന്നു: ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം വലഖാഹും നദ്റതൻ വസുറൂറാ വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവരുടെ മുഖത്ത് സന്തോഷവും ആനന്ദവും തിളങ്ങുന്നത് കാണാം. അവർ അതീവ സന്തോഷത്തിലാണ്. എന്താണ്? അവർ കൊടുത്ത ധർമ്മം കാരണം അള്ളാഹു പരലോകത്തെ എല്ലാ കെടുതികളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയാണ്. അവർക്ക് സ്വർഗവും പട്ടുവസ്ത്രവും അള്ളാഹു കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെ നേരത്തെ മരണപ്പെട്ട് അവിടെ എത്തുന്ന ആളുകൾ, അവരുടെ ആത്മാക്കൾ സന്തോഷിക്കുന്നത് റബ്ബ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ സന്തോഷം സ്വർഗവാസികൾക്ക് എങ്ങനെ കൈവരിക്കാനായി? അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാളെ പരലോകത്ത് സന്തോഷിക്കണമെന്നും ആനന്ദിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ മനസ്സിൽ നിങ്ങൾ സന്തോഷം വിതറുക എന്നാണ്, നിങ്ങൾ സന്തോഷം പകരുക എന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി തആല, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറയുന്നത് ബഅദൽ ഫറാഇൽ, അതിലെ ഒന്നാമത്തത്, അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഫർളുകളാണ്. ഫർളായ നോമ്പും ഫർളായ നമസ്കാരവും ഫർളായ ഹജ്ജും, അങ്ങനെ തുടങ്ങി അള്ളാഹ് നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അള്ളാഹ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇദ്ഖാലു സുറൂരി അലൽ മുസ്ലിം, നിന്റെ സഹോദരനായ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം നൽകുന്ന നന്മകൾ നീ ചെയ്യുക എന്നതാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നാണ്. മഹാനായ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ ഉദ്ധരിക്കുകയാണ്, ഒരു മനുഷ്യൻ നബിയുടെ അടുത്തേക്ക് വന്നു. അന്ന റജുലൻ ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അടുത്തേക്ക് ഒരാൾ വന്നു. എന്നിട്ട് ഫഖാൽ, ആ മനുഷ്യൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിലെന്താണ് ഒന്നാമത്തെ ചോദ്യം? യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യർ ആരാണ് നബിയെ? വ അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്,
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ഏതാണ് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 2 ചോദ്യങ്ങളാണ് ആ വന്ന മനുഷ്യൻ ചോദിച്ചത്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി ഇതാണ്: അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന മനുഷ്യനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ. ആളുകൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുക, അവനവന്റെ സുഖം, അവനവന്റെ സന്തോഷം, അവനവന്റെ ആവശ്യം എന്നതിലൊതുങ്ങാതെ, അവനവന്റെ കുടുംബം എന്നതിലൊതുങ്ങാതെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകളുടെ പ്രയാസങ്ങൾ കേട്ട് അവരെ സന്തോഷിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്ന മനുഷ്യരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ചില ആളുകൾ പറയും, എന്തിനാ വെറുതെ ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ നടക്കുന്നത്? ചെയ്താലെല്ലാം ഇങ്ങോട്ട് ഉപദ്രവമാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ആളുകൾക്ക് പരാതിയാണ്. അതുകൊണ്ട് ഞാനും എന്റെ കാര്യമായിട്ട് അങ്ങനെ പോവാ, എന്തിനാ ആളുകളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു മുസ്ലിമിന്റെ ചിന്ത അതല്ല. ആളുകളുടെ ആക്ഷേപങ്ങളെയും പരിഹാസങ്ങളെയും ഭയപ്പെടാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മുസ്ലിമിനെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. ഒരു മുസ്ലിമിന്റെ മനസ്സിന് സന്തോഷം നൽകുന്ന പ്രവൃത്തിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി. തീർന്നില്ല. ഒരു മനുഷ്യന്റെ പ്രയാസം നീക്കുക എന്നതാണ് മറ്റൊന്ന്. വിശക്കുന്ന ഒരു മനുഷ്യന്റെ വിശപ്പകറ്റുക എന്നതാണ് അതിൽപ്പെട്ട മറ്റൊരു കാര്യം. അതല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഈ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ കടബാധ്യതകളെ വീട്ടിക്കൊടുക്കുക എന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റൊരു പ്രവർത്തനം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചക വചനത്തിന്റെ അവസാനം പറഞ്ഞ ഒരു ഭാഗം ഏറെ ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഅൻ അംശിയ മഅ അഖിൻ ലീ ഫീ ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദി യഅനി മസ്ജിദൽ മദീനത്തി ശഹറൻ. ഒരു മനുഷ്യന് ഒരു പരാതി എന്ന് പറയാണ്, അല്ലെങ്കിൽ അവന്റെ ഒരു വിഷമം എന്ന് പറയാണ്, ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാണ്. അത് നമ്മുടേതായ പരിഹാരം നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നതിലപ്പുറം അവന്റെ കൂടെ പോയി, അവന്റെ കൂടെ ചെന്ന് ആ പ്രയാസം എങ്ങനെയെല്ലാം പരിഹരിക്കാമോ, അതിന് എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ എൻ്റെ വണ്ടി ഞാൻ എടുത്ത്, എനിക്ക് നടന്നു ചെല്ലാൻ പറ്റുന്നിടമാണെങ്കിൽ ഞാൻ നടന്നവന്റെ കൂടെ പോയി അവന്റെ പ്രയാസം അവന്റെ കൂടെ ചെന്ന് പരിഹരിച്ചു കൊടുക്കുന്നതാണ് ഈ പള്ളിയിൽ 1 മാസം എത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യം. ഏത് പള്ളി? മദീനത്തെ പള്ളി. അത്രമാത്രം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് റബ്ബ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം എന്ന്. ചിലപ്പോൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമം ഒന്ന് അയാൾ പറയുന്നൊന്ന് കേട്ട് നിന്ന് കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ തന്നെ അയാൾക്ക് സന്തോഷവും. കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കേൾക്കാൻ, നമ്മൾ എന്റെ വിഷമം ഒന്ന് കേൾക്കാൻ ഒരാൾ തയ്യാറായ ആ മനുഷ്യനൊരു ആശ്വാസമായിരിക്കും. ഇങ്ങനെയെല്ലാം മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫർളായ കാര്യം കഴിഞ്ഞാൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്നാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ കരീമുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഔദാര്യവാനാണ്. യുഹിബ്ബുൽ കറം, അവൻ ഔദാര്യത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവനാണ്. വമൻ റഹിമ ഇബാദഹു റഹിമഹുല്ലാഹ്, ഒരു മനുഷ്യനോട് ഒരാൾ കാരുണ്യം കാണിച്ചാൽ അല്ലാഹു അവനോട് കാരുണ്യം കാണിക്കും. വമൻ അദ്ഖല സുറൂറ അലാ ഖൽബി ഗൈരിഹി അദ്ഖലഹു അല്ലാഹു സുറൂർ, മറ്റൊരു മനുഷ്യന്റെ മനസ്സിനെ ഒരാൾ സന്തോഷിപ്പിച്ചാൽ അവന്റെ മനസ്സിനെ അള്ളാഹു സന്തോഷിപ്പിച്ചുകൊള്ളും. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സന്തോഷം ഫിദ്ദുനിയ വൽ ആഖിറ, അവന് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് ഹലാലാവണം.
ഹറാമായ മാർഗത്തിലൂടെ ഒരാളെ സന്തോഷിപ്പിക്കരുത്. ഹറാമ് ചെയ്തിട്ട് ഒരാളെ സന്തോഷിപ്പിക്കരുത്. ആ സന്തോഷമല്ല ഇവിടെ പറയുന്നത്. ഹലാലായ അള്ളാഹു അനുവദിക്കുന്ന മാർഗത്തിലൂടെ മറ്റൊരു മനുഷ്യന്റെ മനസ്സിന് സന്തോഷം നൽകുക എന്നത് ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. അങ്ങനെ സന്തോഷം നൽകുന്ന കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും വിശ്വാസം കൊണ്ടും വിജയം വരിക്കുന്ന ആളുകളെ പറ്റിയാണ് വിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്തുകളിൽ ഒന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളുടെ മുഖമാണ് പ്രശോഭിക്കുന്നത്, തിളങ്ങുന്നത്, സന്തോഷമടയുന്നത് എന്ന്. അവരെ പറ്റിയാണ് അവരുടെ മുഖങ്ങൾ നാളെ പരലോകത്ത് പ്രശോഭിക്കുമെന്ന് പറഞ്ഞത്. ലാഹിക, അവർ ചിരിക്കുമെന്ന് പറഞ്ഞത്. മുസ്തബ്ശിറ, അവർ സന്തോഷമടയുമെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ജീവിതത്തിലെ 5 ഘട്ടങ്ങൾ കടന്നു വരുന്നതിന്റെ മുമ്പ് അതിൽ 5 ഘട്ടങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിലൊന്ന് ഹയാത്തക ഖബ്ല മൗതിക്. നിനക്ക് മരണം വരുന്നതിന്റെ മുമ്പ് നിന്റെ ജീവിതത്തെ നീ മാക്സിമം ഉപയോഗപ്പെടുത്താന്ന്. അപ്പൊ മരണം വരുന്നത് എപ്പോഴാണ് നമുക്കറിയില്ല. മരണം വരുന്നതിന്റെ മുമ്പ് ജീവിതം ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ, ഇന്നലെ നടന്നൊരു സംഭവം പറയാം. ഇശാ നമസ്കാരത്തിന് ഇമാമ് നിന്ന് നാട്ടിലേറ്റവും പ്രിയപ്പെട്ട ഒരാൾ, എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാൾ, നമ്മൾ ആദ്യ ഖുതുബയിൽ പറഞ്ഞതുപോലെ ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു സഹോദരൻ, ഇശാ നമസ്കാരത്തിന് ജമാഅത്ത് ഇമാമ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് പോയി ഉറങ്ങി. ആ ഉറക്കത്തിൽ ഉണ്ടായ പ്രയാസം കാരണം ആശുപത്രിയിലേക്ക് എത്തിച്ചു. നേരം വെളുക്കും മുമ്പ് മരണപ്പെടുകയാണ്. എൻ്റെ നാട്ടിലാണ്. ഇതുവരെ ആ നാട് സാക്ഷ്യം വഹിക്കാത്തത്ര ആളുകൾ മയ്യത്ത് നമസ്കാരത്തിന് സാക്ഷ്യം വഹിച്ചു എന്നാണ് പറഞ്ഞത്. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് റബ്ബിന്റെ വിളി വരികയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ. അല്ലാഹു ഒരാളുടെ ആത്മാവിനെ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നത് മരിക്കുന്ന സമയത്താണ്. വല്ലത്തി ലം തമുത് ഫീ മനാമിഹ. മരിക്കാത്ത ആളുകളുടെ റൂഹ് പിടിച്ചെടുക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. ഉറങ്ങുന്ന സമയത്തുള്ള റൂഹ് പിടിച്ചാൽ റബ്ബ് വിചാരിച്ചാൽ അള്ളാഹു അത് തിരിച്ചു തരും. ഇല്ലെങ്കിൽ ആയത്തിൽ പറഞ്ഞത് അള്ളാഹു ഒരിക്കലും തിരിച്ചു തരാത്ത വിധം ആ ഉറക്കത്തിൽ ആത്മാവിനെ തിരിച്ചെടുക്കും എന്നുള്ളതാണ്. ആ ഒരു ബോധത്തോടു കൂടി വേണം അവസാനം കിടക്കാൻ നമ്മൾ. അതാണ് ഹയാത്തക ഖബ്ല മൗതിക് എന്ന് പറഞ്ഞത്. മറ്റൊരു പ്രയോഗം റസൂലുള്ള പറഞ്ഞത് സിഹത്തക ഖബ്ല മൗതിക് ഖബ്ല സഖമിക എന്നാണ്. രോഗം വരും മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്താൻ. ഈ രോഗം വരുന്നപ്പോഴറിയാം നമുക്ക് അറിയില്ല. ആരോഗ്യമുള്ള ശരീരം സെക്കൻഡുകൾക്കുള്ളിലാണ് തളർന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ജുമാക്ക് പങ്കെടുക്കുന്ന ഒരു സഹോദരന്റെ കുടുംബത്തിൽ ഒരാൾക്കൊരു സംഭവം ഉണ്ടായി. ഒന്നുമില്ല, മാങ്ങ പറിക്കാൻ പോയത്. മാങ്ങ കണ്ണില് വീണ് മാസങ്ങളോളം റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഗുരുതരമായ അപകടകരമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. അൽഹംദുലില്ലാഹ് ആശ്വാസമുണ്ട്, അല്ലെ? ഒരു മാങ്ങ പറിക്കാൻ പോയതാണ്. മാസങ്ങളോളം കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വരെ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്ന സഹോദരങ്ങളെ. ഇന്നിവിടെ വന്നിരിക്കാൻ, ഈ ഖുതുബ കേൾക്കാൻ, അല്ലെ, സ്വന്തമായി സ്വന്തം വണ്ടിയിൽ വന്നിരിക്കാൻ പോകാൻ എല്ലാ ആരോഗ്യം നമുക്കുണ്ട്. ഈ ആരോഗ്യം ഏത് നിമിഷവും നഷ്ടപ്പെടാമെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാവണം നമ്മുടെ അമലുകളുമായി, അമലു സ്വാലിഹാത്തുകളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന നന്മകൾ ലഭിക്കുന്ന ഓരോ നിമിഷവും ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. തെറ്റുകൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആ തീയെ പേടിച്ച് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്യന്തിക വിജയം കൊയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആത്യന്തികമായ സന്തോഷവും ആനന്ദവും നേടുന്നവരിൽ
അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. സൗഭാഗ്യത്തിന്റെ കേന്ദ്രമായ, സുഹൃതങ്ങളുടെ കേന്ദ്രമായ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആയുമായി കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ടവരുടെ അടുക്കൽ ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. അള്ളാഹു ആ രോഗികൾക്കെല്ലാം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗത്തിൽ ഒത്തുചേരുവാൻ അവർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.